നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമോ, എൻ്റെ അടുത്ത് ഈ അവസരം കിട്ടിയപ്പോ ഇത് ഏറ്റെടുക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്തിനും ഒരു കാരണം വേണമെന്നല്ല പറയില്ല, പ്രാർത്ഥിക്കാൻ ഒരു കാരണം വേണമെന്നല്ലേ. എൻ്റെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെയാണ് എൻ്റെ കാരണം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് ഒരു അസുഖം വന്ന് കിഡ്നി സ്റ്റോൺ. ഞാനൊരു ടൈൽസിന്റെ മേഖല മാസം 5000 രൂപ ശമ്പളം മേടിച്ചിട്ട് സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഒന്ന് ഹോസ്പിറ്റലൈസ്ഡായി. പക്ഷെ ചികിത്സിക്കാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിനുള്ള പൈസ ഇല്ലാതെ ഞാൻ ജോലി ചെയ്ത കടയിൽ 1000 രൂപ കടം ചോദിച്ചു. ഞാനും എൻ്റെ വൈഫും ഉണ്ട്. ആ സമയത്ത് ഏകദേശം 1 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നതാണ്. ആ 1 മണിക്കൂർ നിന്ന സമയത്താണ് ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചത്. കാരണം നമുക്കൊക്കെ ആരോഗ്യ കാര്യങ്ങളുള്ളപ്പോൾ നമുക്ക് ഭയങ്കര സ്പീഡാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ ഒന്ന് വയ്യാതെ വന്നപ്പോ എനിക്ക് ചികിത്സിക്കാൻ പോലും പൈസ ഇല്ല. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്ന് എഴുന്നേക്കാൻ വരാതെ കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ എൻ്റെ വൈഫാണ് ഇവിടെ വരേണ്ടത്. ശരിയാണോ? അപ്പോ ഞാൻ ഇല്ലാതെ എൻ്റെ വൈഫ് അവിടെ കടയിൽ വന്നാൽ ഏകദേശം 1 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂർ വരെ ആകാം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടായി. അവിടെ നിന്നാണ് എന്തെങ്കിലും മരുന്ന് കഴിക്കാനെങ്കിൽ കുറച്ച് പൈസ സമ്പാദിച്ചു വെക്കണം എന്നുള്ള ഒരു തീരുമാനം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. ആ തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കടയിൽ പൈസ കൂടുതലുള്ളതുകൊണ്ട് എക്സ്ട്രാ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. പൈസ ഇങ്ങനെ ബാലൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ എക്സ്ട്രാ നാടൻ ചിന്തികളൊക്കെ ചേർന്ന് ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി. അവിടെ എൻ്റെ വൈഫിനെ ഇരുത്തി. പക്ഷെ സമയത്ത് പണം മുടക്കാനില്ലാത്തതുകൊണ്ട് അതെല്ലാം നഷ്ടത്തിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും കടത്തിന്റെ മുകളിൽ പിന്നെയും കടമായി. ആളുകൾക്ക് പരിഹസിക്കാനൊരു പേരായി. കാരണം നിനക്ക് അവിടെ മര്യാദ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോണെന്ന് പറഞ്ഞ് കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ വല്ലാതെ കളിയാക്കുക മാത്രമല്ല ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ആളുകളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ പോലും എന്താണ് എന്റെ പ്രശ്നം എന്ന് ചോദിക്കാൻ തയ്യാറായതാണെന്നുള്ളതാണ്. കുടുംബത്തിലൊക്കെ ജോലിക്കാരുടെ ഒരുപാട് പേരുണ്ട്, ഞാൻ അവരെ കൂടുതൽ പറയുന്നില്ല. പക്ഷെ എന്റെ സമയം അല്ലെങ്കിൽ എന്റെ രീതിയിൽ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ ഒരു സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി കൈ കിട്ടുന്നത്. പ്രധാനമായിട്ടും 3 കാരണമാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ കാരണം. ഒന്ന്, ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഉണ്ടോ? 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. രണ്ടാമത് ഞാൻ ചിന്തിച്ചത്, ഞാൻ കൊടുത്തില്ലെങ്കിലും ജനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിന് ഞാൻ കൊടുക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ സോപ്പും പേസ്റ്റും കേരളത്തിലൊക്കെ കൊടുത്തില്ലെങ്കിൽ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. മൂന്നാമത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യും. ആരും പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. എന്ത് ജോലിയോടൊപ്പം വേണം ചെയ്യാൻ, രാത്രിയോ പകലോ ഒരു പ്രശ്നമുള്ള കേസല്ല. ഈ 3 കാരണമാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ കാരണം. ഇതേ 3 കാരണമാണ് പലരും ഈ ബിസിനസ് സീരിയസ് ആവാത്തതിന്റെ കാരണം. ഇൻവെസ്റ്റ്മെന്റ് എവിടെയുണ്ട് അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിലോ? അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതാണ്? വിജയിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ശരിയാണോ? അല്ലെ? ഇത് പല ആളുകളും ഇവിടെ റാങ്കൊക്കെ മാറി കയറി ഞാൻ എല്ലാവരും അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ചോദിക്കുകയാണ്, പുതിയ ആളുകളും പഴയ ആളുകൾ ചോദിക്കുന്നത്, നിങ്ങളുടെ മനസ്സുകൊണ്ട് റാങ്ക് മാറിയോ? ബിസിനസ് വഴി കൊണ്ട് റാങ്ക് മാറിയിട്ടുണ്ടാവും. പക്ഷെ മനസ്സുകൊണ്ട് റാങ്ക് മാറിയവരെയാണ് നമ്മൾ ലീഡർ എന്ന് പറയുന്നത്. ശരി, ബിസിനസ് വഴി മാച്ച് ചെയ്ത വ്യക്തി ഒരിക്കലും ലീഡർ ആവില്ല, റാങ്കേ മാറും. പക്ഷെ ലീഡർക്ക് ഏത് റാങ്കും മാറാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്തത് ലീഡർ ആകാൻ. ലീഡർ ആവാൻ പ്രത്യേകിച്ച് കോഴ്സ് ഒന്നുമില്ല. എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും അടിയുറച്ച് നിങ്ങൾ സ്വന്തമാക്കി എടുക്കുക. നിങ്ങളുടെ തീരുമാനങ്ങളാണ്. തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ കഴിവുള്ളവനാക്കി മാറ്റുന്നത്. തീരുമാനം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ കഴിവിനെ തിരിച്ചറിയാതെ പോകുന്നത്. അപ്പൊ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകളുണ്ട്, ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളത് ഒരു തീരുമാനമാണ്. അങ്ങനെ തീരുമാനം എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു തീരുമാനം എടുക്കില്ല. അപ്പൊ ചിന്തിക്കുന്ന കേസ്, ഇവിടെ കയറി വന്ന എല്ലാ ലീഡേഴ്സിനും നിങ്ങൾ കണ്ടു അല്ലെ? കണ്ടില്ലേ? പുതിയ ആളുകൾ എത്ര പേരുണ്ടല്ലോ? ഒന്ന് കൈപോക്കാമോ പ്ലീസ്? ഓക്കെ, ഒത്തിരി പേര്. എനിക്ക് അവരോടാണ് ചോദ്യം. നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവർ ഈ ബിസിനസ് കുറച്ച് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്യാം. കാരണം നിങ്ങൾ
പോകുന്ന വേഗത്തിലായിരിക്കില്ല അവർ പോയത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തുടങ്ങിയ പോലെ ഇപ്പൊ സാഹചര്യം വളരെ ഫാസ്റ്റ് ആണ്. ഇവർ തുടങ്ങിയ അത്ര എളുപ്പമായിരുന്നില്ല. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയും ഒരു പ്രോഡക്റ്റ് കിട്ടാനില്ല. പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ പോകണം. പിന്നെ ഇത് ഉപയോഗിച്ച ഒരാളെ കണി കാണാനില്ല, കാരണം ആരും വാങ്ങിച്ചിട്ടില്ല. രണ്ടാമത് ഇതിനകത്ത് വരുമാനം കിട്ടിയ ഒരാളെ ചോദിച്ചാൽ അതും കാണിച്ചു കൊടുക്കാനില്ല. ഇതിനെ കുറിച്ച് പറയാന്ന് പറയുന്നത് നല്ല സുഖമല്ല. അപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കാൻ ഒരു ട്രെയിനിങ് ഉണ്ടെന്നത് ബാംഗ്ലൂർ പോകണം തോന്നുന്നു. ഇല്ലാത്ത പൈസ കടം മേടിച്ച് ഞങ്ങൾ കുറച്ചുപേര് ബാംഗ്ലൂർ പോയി. അവിടെ ചെന്നപ്പോ ഇംഗ്ലീഷിൽ കന്നഡയിൽ നല്ല വെടിപ്പാട്ട് ട്രെയിനിങ് എടുത്തു. എനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ? പക്ഷെ എനിക്കിതിനെ കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. ഒരു പ്രോഡക്റ്റ് അറിയാലോ ഞാൻ ഇന്നതാണ്, റൈറ്റ് അല്ലേ? അപ്പൊ ആ പ്രോഡക്റ്റ് റിസൾട്ട് വാങ്ങിക്കൊടുത്തപ്പോ എനിക്ക് ഭയങ്കര ആവേശം. അല്ലാതെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം 95 വിൽക്കാനാണ്. കാരണം എന്താണെന്നറിയോ? ജീവിതത്തിൽ കൊതിയുള്ളവരാണ്, ജീവിതത്തിൽ കൊതിയുള്ളവരാണ് പൈസ ഉള്ളവര്, ഇല്ലേ? ശരിയല്ലേ? നല്ല പൈസ ഉള്ളവന് അവർ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരെ എടുത്തുകൊണ്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഇത് ഹെൽത്ത് ഡ്രിങ്ക്സ് ആണ്. എങ്ങനത്തെ പറിച്ചിരുന്നറിയോ? 9 lakh ഒറാക്ക് വാല്യൂ, വേൾഡിലെ നമ്പർ 1 ഹെൽത്ത് ഡ്രിങ്ക്സ് ആണ്. അതിനൊരു ഡൗട്ടും. പക്ഷെ എനിക്കറിയാവുന്ന വ്യക്തിയുള്ളൂ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, കോച്ചിബെറി, അക്കാബെറി. എനിക്ക് പിന്നെ അതുകൂടെ നോനി, കറ്റാർ വാഴ, നെല്ലിക്ക, ഇതെല്ലാം കൂടെ കൂടിയ ഒരു സാധനമാണ്. അപാര റിസൾട്ടാണ്. അങ്ങനെ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും കൂടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിന്റ് പെയിൻ, നടക്കാൻ പറ്റില്ല, ക്ഷീണം, തളർച്ച, ഇതിന്റെയൊക്കെ കാരണം നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ടാകും. ഈ ആന്റി ഓക്സിഡന്റ് കലവറയാണ് ഈ സാധനം. നിങ്ങൾ ധൈര്യമായിട്ട് 1 മാസം കഴിച്ച് നോക്ക്, റിസൾട്ട് ഇല്ല, ഞാൻ ക്യാഷ് തിരിച്ചു വരുന്നു, എനിക്ക് നല്ല ഗ്യാരണ്ടി റിസൾട്ട് ഉണ്ടാവുന്നു. ആ കോൺഫിഡൻസ് കാണുമ്പോൾ അവർ മേടിച്ചു വരും. അങ്ങനെയാണ് 1 മാസം 38 95 ഞാൻ വിൽക്കുന്നത്. പക്ഷെ വിൽക്കാനുണ്ടായ ഒരു കാരണം ഇതിന് ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല ആദ്യം. അപ്പൊ ഇതൊന്നും ടേസ്റ്റ് ഉണ്ട്, നമുക്ക് എത്ര രൂപ മുടക്കാം, വില കൂടി സാധനമാണ്, ഇത് ശരിയല്ലേ? അപ്പൊ ടേസ്റ്റ് വാങ്ങി എനിക്കിത് വാങ്ങിച്ചു കഴിക്കാനുള്ള പൈസ എടുത്തില്ല. അപ്പൊ ഞാൻ ചെയ്തൊരു പരിപാടി, എന്റെ കൊണ്ട് കൊടുത്ത ഒരാളോട് ഒരു 2 എണ്ണം എനിക്ക് കൊണ്ടാകുന്നു. 2 കാരണമാണ്. അതായത് വേഗം പൊട്ടിച്ച് കഴിക്കണം. അപ്പൊ ഉള്ളിൽ എന്തിനാണ് ഞാൻ പറഞ്ഞു, അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോകണം. അപ്പൊ 2 ദിവസം എനിക്ക് കഴിക്കാനുള്ളതാണ്. അപ്പൊ ഇയാള് വെച്ചിട്ട് ഭയങ്കര കഴിക്കുന്നതാണ്, മനസ്സിലായില്ലേ? അത് മേടിച്ചു, അതിന്റെ പൈസ കൊടുത്തു, വൃത്തിയില്ല പൈസ കൊടുത്തു. എന്റെ ദിവസം MRP പൈസ കൊടുത്താൽ മതിയല്ലോ, വേറെ 200 രൂപയും കൊടുത്തു, പ്രശ്നമൊന്നുമില്ലല്ലോ. മേടിച്ചു ഒരെണ്ണം ഞാൻ കഴിച്ചു, എന്റെ വൈഫ് കഴിച്ചു. അതിനുശേഷമാണ് എനിക്ക് ഇത്ര കിട്ടാൻ പറ്റിയത്. നമ്മൾ അറിയണം ഇതിനെക്കുറിച്ച്. എല്ലാം നമ്മൾ കഴിക്കണമെന്നില്ല, എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ സത്യം പറയാം, വുമൺ കമ്പാനി വരെ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, കാരണം എന്താണെന്ന് വെച്ചാല് അത് ഒരു നേരം കഴിച്ച് നമ്മൾ ആണാകുന്നില്ല, പെണ്ണാകുന്നില്ല. പക്ഷെ ഇതിന്റെ ഗുണം മനസ്സിലാവണ്ടേ? ചിലർ ഇതെന്താ ചൊവ്വാന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്തെങ്കിലും പറയണ്ടേ നമുക്ക്? ശരിയല്ലേ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ബിസിനസ്സുകാരനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്.